ഹലോ, അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മുടെ മധുരക്കിഴങ്ങിൻ്റെ വിളവെടുപ്പാണ്. കുറച്ച് ദിവസമായി വിചാരിക്കുന്ന പറിക്കാനായിട്ട്, പക്ഷേ ഷോപ്പിലേക്ക് പോകുന്ന തിരക്ക് കൊണ്ടൊക്കെ പറിക്കാൻ സമയം കിട്ടാറില്ല. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷം നേരെ അതിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. വീടിൻ്റെ ഫ്രണ്ട് സൈഡിൽ തന്നെയുള്ള കുറച്ച് മണ്ണിലാണ് അവിടെ വെച്ചിരുന്നത്. ഇത് പീനട്ട്സ് ബട്ടറാണ് കേട്ടോ. പീനട്ട്സ് ബട്ടറിൻ്റെ ചെടിയാണിത്. ഇവിടെയാണ് നമ്മൾ കുത്തിക്കിളച്ച് എല്ലാം പറിച്ചെടുത്തിട്ടുണ്ട്. ഫ്രണ്ട് സൈഡിൽ മതിലിനോട് ചേർന്നിട്ടാണ് നമ്മൾ വെച്ചിരുന്നത്. ഇവിടെയാണ് നമ്മൾ മധുരക്കിഴങ്ങിൻ്റെ നട്ടിരുന്നത്. അപ്പോൾ ഇതെല്ലാം കിളച്ച് എല്ലാം മധുരക്കിഴങ്ങിനെയും പുറത്തെടുത്ത് കുറേയൊക്കെ കൊള്ളില്ലാതെ പോയിട്ടുണ്ട്. കണ്ടോ, കുറേയൊക്കെ പൊട്ടച്ച് പോയി. അത് കറക്റ്റ് സമയത്ത് പറിക്കാത്തത് കൊണ്ടാണ്. അത് കറക്റ്റ് സമയത്ത് പറിക്കാത്തത് കൊണ്ട് കുറേയൊക്കെ കെട്ടുപോയി. അതിന് കുറേ നല്ലത് കിട്ടി. ഇത്രയും നമുക്ക് നല്ലത് കിട്ടിയതാണ്. ഒരു ബക്കറ്റ്, ചെറിയൊരു ബക്കറ്റ് നിറയെ നല്ലത് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, പിന്നെ ഒരു ബക്കറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ മധുരക്കിഴങ്ങൊക്കെ പറിച്ച സ്ഥിതിക്ക് ഈ മധുരക്കിഴങ്ങൊക്കെ എല്ലാ സീസണിലും ഉണ്ടാവില്ല. ഇപ്പോൾ കപ്പയൊക്കെ ആണെങ്കിൽ നമുക്ക് എല്ലാ സീസണും മിക്കവാറും എല്ലാം മാർക്കറ്റിൽ പോകുന്ന സമയത്ത് കപ്പ കാണാൻ പറ്റും. പക്ഷേ ഈ മധുരക്കിഴങ്ങൊന്നും അങ്ങനെ പെട്ടെന്ന് കാണൽ കുറവായിരിക്കും. അപ്പോൾ കിട്ടിയ സ്ഥിതിക്ക് നമ്മൾ അത് ആദ്യം തന്നെ അത് പുഴുങ്ങി കഴിക്കാനുള്ളൊരു തയ്യാറെടുപ്പിലാണ്. അപ്പോൾ അതെല്ലാം നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. നമുക്കത് കുക്കറിൽ വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ നമ്മുടെ മധുരക്കിഴങ്ങിൻ്റെ ഫസ്റ്റത്തെ വിസിൽ പോയിട്ടുണ്ട്. ഫസ്റ്റ് വിസിലായി. ഇതിന് ഏകദേശം ഒരു 10 വിസിലെങ്കിലും കുറഞ്ഞത് 10 വിസിലെങ്കിലും ആയാൽ മാത്രമാണ് ശരിക്കും വേവുള്ളൂ. അതേസമയം നമ്മൾ സാധാരണ കപ്പയൊക്കെ ആണെങ്കിൽ ഇത്രയും വേവില്ല. പക്ഷേ മധുരക്കിഴങ്ങിന് കുറച്ചും കൂടി വേവ് കൂടുതലായതുകൊണ്ട് ഏകദേശം ഒരു കുറഞ്ഞതൊരു 10 വിസിലെങ്കിലും നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇപ്പോൾ ഏകദേശം 10 വിസിലൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ എയർ പോയി തീരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു കട്ടനും കൂടി റെഡിയാക്കാം. മധുരക്കിഴങ്ങിൻ്റെ കൂടെ ഒരു കട്ടനും കൂടി സൂപ്പറായിരിക്കും. അങ്ങനെ നമ്മുടെ മധുരക്കിഴങ്ങ് വിത്ത് കട്ടൻ ചായ റെഡി ആയിട്ടുണ്ട്. ഓക്കെ.